ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് ഇവിടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചി ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റി ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും രേവതിയെ കൊണ്ട് ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ശ്രുതിയുടെ രണ്ടാമത്തെ പ്രഗ്നൻസി ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ശ്രുതി ഹോസ്പിറ്റലിൽ പോയെന്നുള്ള കാര്യം കേട്ടത് മുതൽ രേവതിയുടെ മനസ്സ് ആകെ മൊത്തത്തിൽ ഡിസ്റ്റർബ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. കിച്ചണിൽ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് വർഷയാണെന്നുണ്ടെങ്കിൽ ഓടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചി, സച്ചിയേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് പോപ്പുലറായി ചേച്ചി. സച്ചിയേട്ടന്റെ ഫോട്ടോയ്ക്ക് അടിയിൽ വരുന്ന കമന്റ്സ് ഉണ്ടല്ലോ, എല്ലാം അടിപൊളിയാണ്. ഓ ആണോ എന്ന് ചോദിക്കാണ് കേട്ടോ രേവതി. ഇന്ന് സച്ചിയേട്ടൻ ചെയ്തിരിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ തന്നെ വിചാരിച്ചു, എപ്പോൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അടിയുണ്ടാക്കുന്ന ഒരാളാണല്ലോ, ഒരു കാര്യത്തിലും ശരിയായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇന്ന് സച്ചിയേട്ടൻ വളരെ പ്രസൻസ് ആയിട്ട് മൈൻഡിൽ ചിന്തിച്ചിട്ട് ഒരു ബേബിയും ആ അമ്മയെയും രക്ഷിച്ചു. ഇത് ശരിക്കും വലിയൊരു കാര്യം തന്നെയാണ്. ഇത് കേട്ട രേവതിയാണെങ്കിൽ അതേ എന്ന് പറയുന്നുണ്ട്. ഞാനുണ്ടല്ലോ ചേച്ചി, ഇന്ന് സ്റ്റാറ്റസ് ആയിട്ട് വെച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സച്ചിയേട്ടനെ കുറിച്ച് വന്നിരിക്കുന്ന വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് ആരാണ് ഇവര്, എന്റെ റിലേഷൻ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വിഷ് ചെയ്യാനൊക്കെ പറഞ്ഞു. ചേച്ചി, എനിക്ക് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നത്. ചേച്ചിക്ക് ഇത് പ്രൗഡ് മൊമെന്റ് ആയിരിക്കും അല്ലേ? അതെ ശ്രുതി. അല്ല ചേച്ചി, ചേച്ചി എന്താ എല്ലാത്തിനും അതെ അതെ എന്ന് മാത്രം പറയുന്നത്? എന്താ ചേച്ചി ചേച്ചിക്ക് പറ്റിയത്? ചേച്ചി ഭയങ്കരമായിട്ട് സ്വെറ്റ് ആക്കുന്നുണ്ടല്ലോ. ഇല്ല, ഇവിടെ ഭയങ്കര ചൂടല്ലേ. ഞാനും ഇവിടെ തന്നെയല്ലേ ചേച്ചി ഉള്ളത്, എന്നിട്ട് എനിക്ക് സ്വെറ്റ് ആകുന്നില്ലല്ലോ. ചേച്ചിക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം തോന്നുന്നത്. ചേച്ചി, കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഇല്ല വർഷേ, ഒന്നുമില്ല, ഞാൻ നിനക്ക് ചായ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും കൈ പിടിക്കുകയാണേ. ചേച്ചിയുടെ കൈ എന്താ ഇങ്ങനെ ഷിവറാവുന്നത്? ചേച്ചിക്ക് ലോ ബി പിയോ മറ്റോ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക ഉപ്പിട്ടിട്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനും ശ്രദ്ധിച്ചു, ഹാളിൽ എല്ലാവരും സച്ചേട്ടനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ഭയങ്കര സൈലന്റ് ആയിരുന്നു. പൊതുവേ സച്ചേട്ടന് എന്തെങ്കിലും ചെറിയ അച്ചീവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ചേച്ചിയാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുക. ഇല്ല പക്ഷേ, എനിക്കും ഭയങ്കര പ്രൗഡ് മൊമെന്റ് തന്നെയാണ്, ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ലല്ലോ. എന്താ സച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ, ചീത്ത വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ല വർഷേ, അങ്ങനെയൊന്നും ഇല്ല വർഷേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുമ്പോഴേക്കും വീണ്ടും വർഷ പിടിച്ചു നിർത്തുവാണ് കേട്ടോ രേവതിയെ. ചേച്ചി, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. എന്താ സച്ചേട്ടൻ ചീത്ത വിളിച്ചോ, ഇനി അടിക്കോ മറ്റോ ചെയ്തോ? ഇല്ലാന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രമേ നല്ലത് ചെയ്യുള്ളൂ, എന്നിട്ട് വീട്ടിലുള്ള ഭാര്യയെ അടിക്കാണോ? ഇന്ന് ഞാൻ ശരിയാക്കി തരാം, അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ പോകുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു നിർത്തുവാണ് കേട്ടോ. വർഷേ, ഒരു മിനിറ്റ് നീ ഒന്ന് ഇങ്ങോട്ട് വാ, ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് കിച്ചന്റെ ഡോർ അങ്ങ് ലോക്ക് ചെയ്യുവാണേ. ഇത് നോക്ക് വർഷേ, സച്ചേട്ടൻ പാവാണ്, സച്ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല, നീ ഒന്നും സച്ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിക്കരുത്. പിന്നെ ചേച്ചിയുടെ പ്രശ്നം എന്താണ്? അത് എങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയില്ല. ചേച്ചി എന്നെ ഒരു സിസ്റ്ററിനെ പോലെ കാണുന്നു എന്നല്ലേ പറയാറ്. പിന്നെ ചേച്ചിക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോഴും രേവതിക്ക് മടിയാണേ പറയാന്. അത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ചേച്ചി എന്തോ കാര്യം മറയ്ക്കുന്നുണ്ട്. അത് ചേച്ചിക്ക് സ്ട്രെസ് ആവും. ചേച്ചിയുടെ ശരീരത്തിന് ഒട്ടും നല്ലതായിട്ടുള്ള കാര്യമല്ല അത്. എൻ്റെ അടുത്ത് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് സച്ചേട്ടൻ്റെ അടുത്ത് പറയും. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഞാനിന്ന് ദേവു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ ശ്രുതിയെ കണ്ടു. എന്താ, വീണ്ടും ചെക്കപ്പിന് വേണ്ടി വന്നതാണോ എന്ന് ചിരിച്ചുകൊണ്ടാണ് വർഷ ചോദിക്കുന്നത്. അതെ, അവര് ചെക്കപ്പിന് പോയതിന് ചേച്ചി എന്തിനെതിരെ സ്ട്രെസ് ആവേണ്ട കാര്യം? അത് ശ്രുതി എന്തിനാണ് അവിടെ ചെക്കപ്പിന് വന്നതെന്നുള്ള കാര്യം അറിയോ? അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കൺസീവ് ആവാൻ വേണ്ടി ലേറ്റ് ആവുന്നത് കൊണ്ട് ചെക്കപ്പിന് വേണ്ടി വന്നതാണെന്ന്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ ചോദിച്ച സമയത്ത് അവള് രണ്ടാമത് പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ചെക്കപ്പിന് വേണ്ടി വന്നതാണെന്നാ പറഞ്ഞത്. ഇത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഞെട്ടലോട് കൂടിയിട്ട് വാട്ട് എന്ന് ചോദിക്കുകയാണേ. അതെ, അതാണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. അതെങ്ങനെ ചേച്ചി, ഇവർക്ക് ഇതുവരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ? അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത് വർഷേ. ഇത് കേട്ടത് മുതൽ വർഷേ എൻ്റെ നെഞ്ച് ആകെ പടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴായിരിക്കും അവർക്ക് ഫസ്റ്റ് ബേബി ജനിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് വർഷം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഹോസ്പിറ്റലിൽ ദേവു വേറൊരാളടുത്ത് ചോദിച്ച സമയത്താണ് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി, അന്ന് നമ്മൾ കുഞ്ഞുണ്ടാവുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ശ്രുതി ചേച്ചി പറഞ്ഞിട്ടില്ലായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രുതി ചേച്ചിക്ക് എങ്ങനെയാണ് അറിയുന്നതെന്ന്. എന്തായാലും ചേച്ചി, ഇതിൽ എന്തോ ഒരു കാര്യമുണ്ട്. എന്തായാലും എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം വർഷേ എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യാൻ ചേച്ചി, ഞാൻ അവരുടെ അടുത്ത് ഇപ്പം തന്നെ പോയി ചോദിക്കാം. അയ്യോ വർഷേ, നീ പോയി ചോദിക്കല്ലേ. പിന്നെ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ചെയ്യണ്ടേ? അയ്യോ, നമ്മളിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പോയി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അന്ന് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് അവളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മേലെ എന്തോരം പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയില്ലേ? അവസാനം ഞാനാണ് പെടാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് വർഷേ അവരുടെ അടുത്ത് ചോദിക്കണ്ട. അതെങ്ങനെ രേവതി ചേച്ചി ചോദിക്കാതിരിക്കുക? ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ നോക്കി
കഴിഞ്ഞ് കഴിഞ്ഞാലും ശ്രുതി ചേച്ചി ആദ്യം കൺസീവ് ആവണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വർഷ വീണ്ടും പോകുവാണേ. പക്ഷെ വേണ്ട എന്ന് പറഞ്ഞിട്ട് രേവതിയാണെങ്കിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. പക്ഷേ നീ എന്നെ നിർബന്ധിച്ച് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് നിന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ചേച്ചി ഇതിന്റെ സത്യാവസ്ഥ അറിയണ്ടേ? സത്യം എന്നാണെന്നുണ്ടെങ്കിലും പുറത്തു വരും. അത് ആരെ കൊണ്ടും പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റില്ല. പിന്നെ വർഷേ ഈ കാര്യത്തെക്കുറിച്ച് ആരടുത്തും പറയരുത്. അയ്യോ രേവതി ചേച്ചി, ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നത്? എനിക്ക് വേണ്ടിയിട്ട് മോളെ നീ ആരടുത്തും പറയരുത്, ശരിയെന്ന് പറഞ്ഞിട്ട് ആകെ മൊത്തം പ്രശ്നത്തിലായിട്ടാണ് വർഷ അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ പോയ ഉടനെ തന്നെ ശ്രീകാന്ത് മുറിയിലുള്ളത് കൊണ്ട് ശ്രീകാന്തിനടുത്ത് ഈ സത്യങ്ങളെല്ലാം വർഷ അങ്ങ് പറയുകയാണ് കേട്ടോ. വർഷയ്ക്ക് ഒരു രഹസ്യവും മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല. ഇത് കേട്ടുടനെ ശ്രീകാന്ത് ചോദിക്കുന്നത്, വർഷ നീ ചുമ്മാ കളിക്കാൻ വേണ്ടിയിട്ട് പറയരുത്, ഇത് കുട്ടിക്കളിയല്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ശ്രീകാന്ത് ഞാൻ പറഞ്ഞത്. ശ്രുതി ചേച്ചി പോയിരിക്കുന്നത് രണ്ടാമത്തെ തവണ കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ അടുത്ത് ആരാ ഈ കാര്യം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് എന്തെന്ന് പറഞ്ഞിട്ട് ആദ്യം വർഷം ഒന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. എന്നിട്ട് രേവതി ചേച്ചിയാന്ന് പറയുകയാണേ. രേവതി പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഇതിനകത്ത് ഉണ്ടാകും. അത് ചുമ്മാ പറയുന്നതായിരിക്കില്ല എന്നാണ് ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് കള്ളാണെന്നാണോ? അയ്യോ വർഷേ, ഇപ്പൊ അതാണോ പ്രധാനം? സെക്കൻഡ് ടൈം കൺസീവ് ആവാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ചെക്കപ്പിന് പോയിന്നല്ലേ പറയുന്നത്? അപ്പോ മുമ്പ് ആയിട്ടുണ്ടോ? മുമ്പ് ആവാതെ ആരെങ്കിലും സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമോ? ശ്രുതിയേട്ടനും ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും സൂചിപ്പിക്കുക പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങനെ മാറി നിൽക്കുന്നുണ്ടേ. പിന്നീട് നമ്മുടെ വർഷയുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി ഫസ്റ്റ് കൺസീവ് ആയിരിക്കുന്നത് കല്യാണത്തിന് മുമ്പാണോ കല്യാണത്തിന് ശേഷമാണോ എന്നുള്ള കാര്യമാണ്. ശ്രുതി ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ശ്രുതിയേട്ടന് അമ്മയാണ്. അതിനു മുമ്പ് ശ്രുതി ചേച്ചിക്ക് അങ്ങനെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു പക്ഷേ എക്സ് ബോയ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. ഇത് തന്നെ എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം അറിയില്ല. അപ്പോഴാണ് അവൾ വേറെ കാര്യം പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ശ്രീകാന്തെ, നമുക്ക് സംശയം തീർക്കണ്ടേ, ഞാൻ പോയിട്ട് ശ്രുതി ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പിടിച്ചു നിർത്തുവാണ് കേട്ടോ ശ്രീകാന്ത്. വർഷേ, നീ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് വേറെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. ഇത് തന്നെയാണ് രേവതി ചേച്ചിയും പറഞ്ഞത്. പ്രത്യേകിച്ച് ആരടുത്തും പറയരുത് എന്നുള്ള കാര്യവും പറഞ്ഞു. പിന്നെ നീ എന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞത്? എനിക്ക് ശ്രീകാന്തെ ഒന്നും തലയിൽ അങ്ങനെ സീക്രട്ട് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റില്ല. തലവേദനിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഞാൻ ഫ്രീ ആയി. ഇത് നീ ആരടുത്തും പറയരുതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് തലയിൽ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് വർഷം അങ്ങ് പോകുന്നുണ്ട്. അവള് ഫ്രീ ആയി. പക്ഷേ ഇപ്പോ എന്റെ തല ആകെ മൊത്തത്തില് ഭ്രാന്ത് പിടിച്ചതുപോലെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിൽക്കുവാണേ. എന്നാൽ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ നേരെ ചെന്നിട്ട് ഈ കാര്യത്തെ കുറിച്ചിട്ട് സച്ചിയുടെ അടുത്ത് പറയാണ്. കാരണം ശ്രീകാന്തിന് ആരടുത്തെങ്കിലും പറഞ്ഞാലാണല്ലോ ചെറിയൊരു ആശ്വാസം കിട്ടുക. അതുകൊണ്ട് സച്ചിയുടെ അടുത്താണ് ചെന്ന് പറയുന്നത്. സച്ചി ഇത് കേട്ട ഉടനെ തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, സത്യമാണോ എന്ന്. അതെ, സത്യം തന്നെയാണ്. നിന്റെ അടുത്ത് ആരാണ് ഈ കാര്യം പറഞ്ഞത്? അത് മറ്റാരുമല്ല, വർഷയാണ്. ഓ, ലേഡീസ് മാറ്റർ എപ്പോഴും എന്തായാലും ലേഡീസ് പറയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട് ആ കേടി എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. സച്ചേട്ടാ, ഇത് 100% സത്യമാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എടാ അതെന്താടാ 100% 20% അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സത്യം സത്യം, കള്ളം കള്ളം, അങ്ങനെയല്ലേ ഉള്ളൂ. എന്തായാലും സച്ചേട്ടാ, ഈ കാര്യത്തെ കുറിച്ചിട്ട് ആരെടുത്തും പറയരുതെന്ന് വർഷ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. പക്ഷേ അത് കേട്ടത് മുതൽ എനിക്ക് എന്തോ ഒരു പോലെ. അതുകൊണ്ടാണ് ഞാൻ സച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. സച്ചേട്ടൻ എന്തായാലും ആരെടുത്തും പറയരുത്. ഇത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ ജാങ്കോ ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. പോകുന്നതിന് മുമ്പായിട്ട് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ, സച്ചേട്ടാ ഇത് ആരെടുത്തും പറഞ്ഞേക്കരുതേ, അറിഞ്ഞ പോലെ ഭാവിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി അങ്ങ് രക്ഷപ്പെടുവാണേ. സച്ചിയുടെ സ്വഭാവം അറിയാലോ. സച്ചിക്കും അങ്ങനെ ഒരു കാര്യം സൂക്ഷിച്ചു വെക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് പറയുന്നുണ്ട്. നീ എന്താ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛ എന്ത് ചെയ്യാനാണ്, പെട്ടെന്ന് കേട്ടതുകൊണ്ട് അത് വന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അച്ഛൻ്റെ അടുത്ത് വന്ന് പറയണം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അച്ഛൻ ഞാനിവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും രവിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. എടാ നീ ഒന്ന് ഊതറ എന്ന് പറയുമ്പോൾ, അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെള്ളം അടിച്ചിട്ടൊന്നുമില്ല. അച്ഛ കുടിച്ചിട്ടാണ് ഞാൻ വന്നതെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടല്ലേ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളൂ. അപ്പോൾ നീ പറയുന്നത് ശ്രുതി രണ്ടാമത്തെ കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയേ എന്നുള്ള കാര്യമല്ലേ? അതെ അച്ഛ, അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും സച്ചി, നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയെ കുറിച്ചിട്ട് ഇങ്ങനെ അനാവശ്യം പറയാൻ വേണ്ടി പാടില്ല. ഒരുപക്ഷെ അത് ശരിയല്ലെങ്കിലോ അച്ഛ, ശരിയാണെങ്കിലോ അച്ഛ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തോ ഇതിൽ കാര്യമുണ്ട്. ഒരുപക്ഷെ അമ്മയ്ക്കും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും. കാരണം അമ്മയുടെ ചെല്ല മരുമകളാണല്ലോ പൗഡർ എടുത്തി. അമ്മയുടെ അടുത്ത് ഒന്നും പറയാതെ ചെയ്യുന്നുണ്ടാവില്ല. നിന്റെ അടുത്ത് ആരുടെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്? അതച്ഛ ആരെങ്കിലും ആവട്ടെ, അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്തായാലും തീയില്ലാതെ പുക ഉണ്ടാവില്ല എന്നുള്ള കാര്യം. അതുപോലെ എവിടെയോ ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അണച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ സ്ഫോടനമായിട്ട് മാറും. അച്ഛനാണ് ഈ കുടുംബത്തിന്റെ തലവൻ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇതിനൊരു തീർപ്പ് കാണണം. ഞാൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പോയിട്ട് സംസാരിക്കുക? അച്ഛൻ പറയുന്നത് ശരി തന്നെയാണ്. എന്തായാലും നോക്കാം.
എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് പോവുകയാണേ. അതിനെക്കുറിച്ച് കുറച്ച് നേരം നമ്മുടെ രവിയാണെങ്കിൽ അവിടെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ലേഡീസ് മാറ്റർ ആയതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇനി ഒരു പക്ഷേ ചന്ദ്രയ്ക്ക് ഇതിനു മുമ്പ് അറിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ചന്ദ്രയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണേ. രവി പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ചന്ദ്ര തിരിച്ചു ചോദിക്കുന്നത്, എന്താ രവിയേട്ടാ, നമ്മുടെ കുടുംബത്തിലെ മരുമകളെ കുറിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനല്ലല്ലോ സംസാരിച്ച് കേട്ട കാര്യം നിന്റെ അടുത്ത് വന്ന് പറഞ്ഞതല്ലേ. അതെങ്ങനെ രവിയേട്ട ശരിയാവുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആകുന്നല്ലേ ഉള്ളൂ. അതുപോലത്തെ ഒന്നും നടന്നിട്ടില്ലല്ലോ. ശരിക്കും ചന്ദ്ര, നിനക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലേ? എന്താ രവിയേട്ട നിങ്ങൾ ഈ ചോദിക്കുന്നത്? അല്ല, നീ സുധിയുടെ പല കാര്യങ്ങളും മറിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഇതും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതും ഇതും രവിയേട്ട ഒന്നാണോ? അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രൻ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നത്. മറ്റു വിഷയങ്ങൾ പോലെയല്ല ഇത്. പുറത്ത് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ, പല ആൾക്കാരും പല കഥകളും ഇതിനെക്കുറിച്ച് സംസാരിക്കും. നിനക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നീ സത്യം ഇപ്പോഴെങ്കിലും തുറന്നു പറയണം. അയ്യോ രവിയേട്ട, എനിക്ക് സത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ പറഞ്ഞത് കേട്ട മുതൽ തന്നെ എൻ്റെ ചങ്ക് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല രവിയേട്ട, എങ്ങനെയാണ് രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുക? അതിന് ഇതുവരെ ഒരു കുഞ്ഞ് പിറന്നിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രവിയേട്ട, സുധി ഇതുവരെ ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെന്തായാലും സത്യമാവില്ല, കള്ളായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലോ? ഓ, അതിനെക്കുറിച്ചല്ലേ ഇപ്പൊ അറിയേണ്ടത്. ഞാൻ എന്തായാലും ഇപ്പൊ സംശയം തീർത്തു തരാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക എന്ന മട്ടിൽ ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ, ചന്ദ്ര നീ അവിടെ നിൽക്ക്, ഇത് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമല്ല, പെട്ടെന്ന് തന്നെ പോയി ചോദിക്കേണ്ടതല്ല. പിന്നെന്താണ്, 10 വർഷം കഴിഞ്ഞിട്ട് ചോദിക്കേണ്ട കാര്യമാണോ? ഇതെന്തായാലും ഞാൻ അങ്ങനെ വിടാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് രവി വിളിക്കുന്നത് കേൾക്കാതെ ചന്ദ്ര മുറിയിൽ നിന്ന് അങ്ങ് ഇറങ്ങുവാണേ. പുറത്തിറങ്ങി ഉടനെ തന്നെ ശ്രുതി എന്നങ്ങ് ദേഷ്യത്തിലങ്ങ് വിളിക്കുവാണേ. അപ്പോഴും രവിയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിക്കല്ലേ ചന്ദ്ര എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുന്നുണ്ട്. ചന്ദ്ര, മുറിയിലേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം, ചോദിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ശ്രുതി എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുമ്പോഴേക്കും ശ്രുതിയാണേ പുറത്തേക്ക് വരുന്നത്. അമ്മ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? എന്താടാ, നിന്റെ പേര് ശ്രുതി എന്നാണോ? എവിടെയാടാ അവൾ? ശ്രുതി, നീ പുറത്തേക്ക് വരുന്നുണ്ടോ? വേണ്ട ചന്ദ്ര, അതിനെക്കുറിച്ച് ചോദിക്കണ്ട എന്ന് അപ്പോഴും രവി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ചന്ദ്ര, ശ്രുതി നീ പുറത്തേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പോഴാണ് ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ചന്ദ്ര അങ്ങനെ കിടന്ന് കൂവുന്നത് കേൾക്കുമ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരും അപ്പോഴേക്കും എത്തുന്നുണ്ട് അങ്ങോട്ട്. ശ്രുതി, നീ ആരാണ്? നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചന്ദ്രയുടെ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ, അമ്മ എന്താ ഉറക്കത്തിലാണോ നടക്കുന്നത്? ഇത് എന്റെ വൈഫ് ശ്രുതിയാണ്, അമ്മയ്ക്ക് എന്താ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും, മാറി നിക്കടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പിടിച്ചങ്ങ് മാറ്റുവാണ് ചന്ദ്ര, നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുമെന്ന് വീണ്ടും രവി പറയുന്നുണ്ട്. അതെങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നത് രവിയേട്ടാ? അങ്ങനത്തെ കാര്യമാണോ ഇത്? എനിക്ക് തല ആകെ മൊത്തത്തിൽ കറങ്ങുന്നത് പോലെയുണ്ട്. ഇത് കേട്ട ഉടനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, എന്ത് പറ്റി ആന്റി, ആന്റിക്ക് സുഖമില്ലേ എന്ന് ചോദിക്കുകയാണേ. കൈവിടറി, നിന്നെ കുറിച്ചിട്ട് ഇങ്ങനൊരു കാര്യം കേൾക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ചന്ദ്രയുടെ ആ സംസാരത്തിൽ നിന്ന് തന്നെ ചന്ദ്രയ്ക്ക് എന്തോ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒന്നും അറിയാത്ത രീതിയിൽ ആന്റി എന്താ പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്നെ കുറിച്ചിട്ടാണ് എനിക്കൊന്നും അറിയാത്തത്. നിന്റെ ജീവിതം തന്നെ മൊത്തത്തിലൊരു മർമ്മം പോലെയാണ്. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പറയടി എന്നൊക്കെ പറയുമ്പോൾ, ആന്റി എന്താണ് ആന്റി പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നും മറിക്കാതെ സത്യം പറയണം. ആന്റി എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? നീ ആദ്യമായിട്ട് കൺസീവ് ആയത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണേ. ശ്രുതിയുടെ അടുത്ത് ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്കും ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. കാരണം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണല്ലോ. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ എന്തൊക്കെയാണ് ഈ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നത്? ശ്രുതി ഇതുവരെ ഒരു തവണ പോലും കൺസീവ് ആയിട്ടില്ല. മാറി നിൽക്കട അങ്ങോട്ട്, നീ മിണ്ടി പോരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ വായടപ്പിക്കുകയാണ് ചന്ദ്ര. നീ പറയടി, നീ ഇതിനു മുമ്പ് ഗർഭിണി ആയിട്ടുണ്ടോ ഇല്ലയോ? അത് ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കിടന്ന് ഉരുളുവാണേ. ഇത് കണ്ട് ചന്ദ്രയാണെങ്കിൽ, ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണ് നീ, നിന്നെ ഞാൻ തലയിലേറ്റി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് നീ ഒന്നും മറയ്ക്കണ്ട. പിന്നെ ചന്ദ്ര എന്നുള്ള ആരാണെന്നുള്ള കാര്യം നീ അറിയും. സത്യം മാത്രം പറയണം. നീ ഇതിനു മുമ്പ് ഗർഭിണി ആയിട്ടുണ്ടോ ഇല്ലയോ? എന്താ ആന്റി എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നീ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ? ഹോസ്പിറ്റലിൽ പോയിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, പോയിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ശ്രുതിക്ക് ക്ലൂ കിട്ടുവാണല്ലോ. സംഭവം എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നീ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയ സമയത്ത് നീ രണ്ടാമത്തെ തവണ കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ചെക്കപ്പിന് പോയതാന്നാണ് പറഞ്ഞത്. അത്രയൊക്കെ കേട്ടിട്ടും ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ അടുത്ത കള്ളം പറയാനുള്ളത്. ശ്രുതിയുടെ നിപ്പ് കാണുമ്പോൾ, എന്താടി നീ നിൽക്കുന്നത് അവിടെ, എന്താണ് അങ്ങനെ പറഞ്ഞത്? പറയാനല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്ര ഇതൊക്കെ തനിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. അതെന്തിനാണ് രവിയേട്ടാ ഇപ്പോൾ എല്ലാ കാര്യവും എല്ലാവരുടെ മുമ്പിൽ വെച്ച് തെളിയണം? ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ അറിഞ്ഞേ പറ്റുള്ളൂ.
ശ്രുതി പറയടി, എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പറയടി, പറയാനല്ലേടി പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചിങ്ങനെ കുലുക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മോങ്ങി നൈസായിട്ട് അവിടെ നിന്ന് മാറുവാണേ. അങ്ങനെ കുറേ നേരം പോയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്. അപ്പോഴും സത്യമൊന്നും പറയുന്നില്ല. ഇതെല്ലാം അഭിനയാണല്ലോ, എന്തെങ്കിലും ഒരു ഉടായ്പ പറഞ്ഞിട്ട് വേണ്ടേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ശ്രുതി അവിടെ ചെന്ന് ഇങ്ങനെ കരയുന്നത് കാണുമ്പോഴേക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ രവിക്ക് അരികിലേക്ക് ചെന്നിട്ട്, അച്ഛ, അമ്മ പറഞ്ഞതിന് മറുപടി ഒന്നും പറയാതെ പുള്ളിക്കാരി എന്താ അവിടെ പോയിരുന്ന് കരയുന്നതെന്ന് ചോദിക്കുകയാണേ. സച്ചിയുടെ ചോദ്യം കേൾക്കുമ്പോൾ രവി ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് സച്ചിയാണെങ്കിൽ നൈസായിട്ട് അങ്ങ് മാറി നിൽക്കുവാണേ. സംഭവം എന്താണെന്നുള്ള കാര്യമൊന്നും അറിയാതെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട്, ശ്രുതി, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നീ എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്? അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്തിനാ ശ്രുതി ഇങ്ങനെ കിടന്ന് കരയുന്നത്? എന്റെ വിധിയെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞോണ്ടിരിക്കുന്നത്. നീ എന്തൊക്കെയാ ഈ പറയുന്നത് ശ്രുതി എന്ന് ചോദിക്കുകയാണ് കേട്ടോ ശ്രുതി. അപ്പോഴും ചന്ദ്രയാണെങ്കിൽ നല്ല കലിപ്പിലാണ്. ശ്രുതി, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ ഇതുവരെ പറഞ്ഞില്ല. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ശ്രുതി പറയാണ് കേട്ടോ, അതെ ആന്റി, ഞാൻ രണ്ടാമത്തെ തവണ കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ചെക്കപ്പിന് വേണ്ടി പോയതാണ് എന്ന്. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയുടെ തലയിൽ ഇടുത്തി വീഴുന്നത് പോലെയാണ് കേട്ടോ. ഷോക്ക് അടിച്ച പോലെ എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ്. ആദ്യം തനിക്കുണ്ടായ കുഞ്ഞാണെന്നുള്ള കാര്യം ശ്രുതി പറയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശ്രുതി ഈ സത്യം വെളിപ്പെടുത്തുമെന്ന്? ഇനി അടുത്ത കള്ളം എന്തായിരിക്കും പറയാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ.